ഹായ്, ഇന്ന് ബംബ്ലൂസ് നാരകത്തിനെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിലൊരു ബംബ്ലൂസ് നാരകമുണ്ട്. അതിൽ നിറയെ ബംബ്ലൂസ് നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആരും അതങ്ങനെ അധികം കഴിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇത് കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ നല്ലതെന്നാണ് പറയുന്നത്. പണ്ടൊക്കെ പെരുന്നാളിൻ്റെ സമയത്തും അങ്ങനെയൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുമായിരുന്നു. അന്നൊക്കെ തിന്നാനും വലിയ ഇഷ്ടമാണ്. ഇപ്പം വീട്ടിലുണ്ടായി ധാരാളം ഉണ്ടാകുമ്പോൾ ആർക്കും വേണ്ടല്ലോ. എന്നാലും ചിലരൊക്കെ വന്ന് ഇഷ്ടപ്പെട്ടവരൊക്കെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകും. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ തൊണ്ടാണ് ആവശ്യമായിട്ടുള്ളത്. നമുക്കതുകൊണ്ടൊരു ചായ ഉണ്ടാക്കിയാലോ? നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ തോട് മാത്രം മതി. അതിനകത്ത് കുറച്ച് ഇഞ്ചി ഇടുക, പിന്നെ ചായപ്പൊടി, ഗ്രീൻ ടീയുടെ പൗഡർ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. നല്ല നിറം കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ ചായപ്പൊടി തന്നെ വേണ്ടി വരും. ഇത് രണ്ടും ഇടുക. ഇഞ്ചിയുടെ ചുവ ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. എന്നാലും ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാനൊരു സുഖം ഉണ്ടായിരിക്കും. നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക. പിന്നെ ടൂത്ത് പിക്ക് അതെടുത്തിട്ട് നല്ലപോലെ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ അടിവശത്ത് ഇങ്ങനെ 3-4 ഓട്ടയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ ഇത് കണ്ടോ, ഇതേപോലെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴും. പിന്നെ മധുരം ആവശ്യമുള്ളവരാണെങ്കിൽ അതിനകത്ത് കുറച്ച് മധുരം ഇട്ടിട്ട് കുടിക്കാവുന്നതാണ്. ഇതിൻ്റെ തൈകൾ മുളപ്പിക്കുന്നത് വിത്തുകൾ പാകിയിട്ടാണ്. വലിയ മരമാകും. ഇപ്പോൾ അത് കാരണം കൊണ്ട് ചട്ടികളിലൊന്നും വെച്ച് ഇത് മുളപ്പിച്ച് വയ്ക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് സ്ഥലങ്ങളുള്ള ആളുകൾക്കാണ് ഇത് കൂടുതൽ നല്ലത്.